ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബ്രോക്കർ പ്ലാറ്റ്ഫോമിനെയാണ്. അതായത് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബ്രോക്കർ പ്ലാറ്റ്ഫോം ഇത് തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ പേഴ്സണലായിട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഇത് തന്നെയാണ്. ഞാൻ പലതും ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റ് പല ബ്രോക്കേഴ്സിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ട്രേഡിങ്ങിന് ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് തന്നെയെന്ന് പറയേണ്ടി വരും. പിന്നെ ഞാനത് ഓപ്ഷൻസിനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പല കാരണങ്ങളുണ്ട്. അത് ഞാനിത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വീഡിയോ ഫുള്ള് കാണുമ്പോൾ. പക്ഷേ ഞാൻ ഈ ബ്രോക്കറിൽ അക്കൗണ്ട് ഡിമാറ്റ് തുടങ്ങണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്യുവർ ട്രേഡർ ആയിട്ടുള്ള ആൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെയായിരിക്കും ഇവർ. കാരണം ഇതൊരു ചെറിയ കമ്പനിയാണ്. അപ്പോൾ ഡിമാറ്റ് വേണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ട്രേഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ട്രേഡർ ആയിട്ടുള്ള ആൾക്ക് ഡിമാറ്റ് തുടങ്ങാണ്ട് തന്നെ ഇതിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റൂ നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ ഡിമാറ്റും തുടങ്ങാം നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷേ അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് പഴയ ഉള്ള ഡിമാറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ അവർക്ക് ഉള്ള ഡിമാറ്റിൻ്റെ CMR കോപ്പി ഒന്ന് മെയിൽ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഇതിൽ തുടങ്ങാൻ പറ്റും. എന്നിട്ട് ഇൻട്രാഡേയും FNOവും കറൻസി കമ്മോഡിറ്റി ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൂൾസ് നിങ്ങൾക്ക് അവൈലബിളായി കിട്ടും. കൂടാതെ ഇതിലുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ ഈ പൊസിഷണൽ ട്രേഡിങ് ഫ്രീ തന്നെയാണ്. പക്ഷേ അതുകൂടാതെ ഇൻട്രാഡേ ട്രേഡിങ്ങിലേക്ക് FNOയിലുള്ള ബ്രോക്കറേജ് നിങ്ങൾ ഒരു മാസത്തിൽ, അതായത് 30 ദിവസം 30 ഡേ ചാലഞ്ച് ഉണ്ട്. അതിൽ നെറ്റ് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടും. അതുവരെയുള്ള ബ്രോക്കറേജ് കംപ്ലീറ്റ് നിങ്ങൾക്ക് റീഫണ്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബ്രോക്കറേജ് ഇനത്തിൽ ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേറെ ഒരു ബ്രോക്കർ ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിട്ടും ആ ബ്രോക്കർ റീഫണ്ട്. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് ഇന്ന് ഗ്രൂപ്പിലിട്ടിരുന്നു, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ. എനിക്ക് ഇത് കിട്ടിയത് ഞാൻ ഈ മാസം അധികം ട്രേഡ് ചെയ്യാത്ത മാസമാണ്, എന്നിട്ട് പോലും കിട്ടി ശരിക്കും. ഈ മാസം ഞാൻ അധികം കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് ചെയ്തത് കുറവാണ്. ഈ ആഴ്ച ട്രേഡ് ചെയ്തത് 1-2 ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്രത്തോളം കുറവായത്. എന്നിട്ടും ഈ മാസത്തിൽ ടോട്ടൽ കിട്ടിയ ബ്രോക്കറേജിൻ്റെ എമൗണ്ട് ഞാനതിൽ റീഫണ്ട് കിട്ടിയ എമൗണ്ട് ഞാനതിലിട്ടുണ്ട്. അതിന് ബാക്കിയെല്ലാം സീറോദാൻ്റെ പോലെ തന്നെയാണ് ബ്രോക്കറേജ്. മിനിമം 0.01, മാക്സിമം പോയാൽ 20 റുപ്പീസ്. പിന്നെ പൊസിഷണൽ ഫ്രീ ആണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, കൂടുതലൊന്നുമില്ല. അതിൽ തന്നെ ഇവർ നെറ്റ് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് റീഫണ്ടും തരും. ഓക്കെ, ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ അവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ് ഫ്രീ ആണ്, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. നമുക്ക് ആദ്യം ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്യാം. ഇതാണ് വെബ് പ്ലാറ്റ്ഫോം. ഇത് ട്രേഡിംഗ് വ്യൂ ബേസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത്ര തന്നെയാണ് ഇതിലുള്ളത്. ഇതിൽ മുകളിൽ ടൈം ഫ്രെയിം ഉണ്ട്, നമുക്ക് 50 മിനിറ്റ്. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്ക്, ലൈൻ ചാർട്ട് അങ്ങനെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ കാണുന്നത് ഇത് നമ്മളെ വാച്ച് ലിസ്റ്റാണ്. അതിൽ കറൻസി കമ്മോഡിറ്റി എല്ലാം ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ റിലയൻസ് ഇതിൽ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് എക്സ്ട്രാ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും അതിൽ. ഇപ്പോൾ ഇൻട്രാഡേക്ക് സെപ്പറേറ്റ് വാച്ച് ലിസ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് ആഡ് ചെയ്യാനുള്ള. അതുകൂടാതെ അതിൽ തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള കുറേ വാച്ച് ലിസ്റ്റ് ഉണ്ട്, അതായത് ഓരോ സെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള. ഇത് അതിൻ്റെ ഓർഡർ ബുക്കാണ്. നമുക്ക് ബൈ അല്ലെങ്കിൽ സെല്ല് കൊടുത്താൽ ഇതിൽ റെഗുലർ ഓർഡർ ഉണ്ട്, കവർ ഓർഡർ ഉണ്ട്, ബ്രാക്കറ്റ് ഓർഡർ ഉണ്ട്, ഇൻട്രാഡേ മാർക്കറ്റ് ഓർഡർ, അങ്ങനെ നമുക്ക് മറ്റെല്ലാത്തിലും കിട്ടുന്ന പോലെ തന്നെ ഉള്ള എല്ലാ ഓർഡറും ഉണ്ട്. പിന്നെ ഇതിൽ ബൈ ചെയ്യാൻ വേറൊരു ഓപ്ഷനാണ്, നമുക്ക് ഡയറക്റ്റ് ചാർട്ടിൽ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ചാർട്ടിൻ്റെ എവിടുന്നാണ് ബൈ ചെയ്യേണ്ടത് ആ ലെവലിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രേഡിംഗ് ക്ലിക്ക് ചെയ്താൽ ബൈയോ സെല്ലോ ഓപ്ഷന് സെലക്ട് ചെയ്യാനുള്ള ഇത് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബൈയോ സെല്ലോ ഓർഡർ, അതായത് പെട്ടെന്ന് നമുക്ക് ബൈയോ സെല്ലോ ഓർഡർ ഇടാനുള്ള ഓപ്ഷൻ. അതാണ് ഇതിൽ പ്രത്യേകത. ഇൻട്രാഡേക്ക് നമുക്ക് അത് തന്നെയാണ് ആവശ്യം, ഏറ്റവും പെട്ടെന്ന് ഓർഡർ ഇടാൻ പറ്റണം. അതിനിപ്പോൾ സൈഡിൽ നിന്ന് സ്റ്റോക്ക് തപ്പി പിടിച്ചിട്ട് പോകുന്നതിനനുസരിച്ച് അതിനുള്ള ടൈം പോലും നമുക്ക് നഷ്ടമായില്ല. അവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓർഡർ ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ സൈഡിൽ ആദ്യം ഉള്ളത് സാധാരണ എല്ലാ ടൂൾസും ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൂൾസും ഉണ്ട്. നമുക്കിപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാനുള്ള ടൂൾ, അതിന് തന്നെ കീബോർഡിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് വലിച്ചാൽ അത് കോപ്പി ആയി കിട്ടും. നമുക്ക് അതിൻ്റെ ഒരു ക്ലോൺ ഫോം ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ വലിച്ചിട്ട് ചാനൽ പോലെ ആക്കി മാറ്റാം. അല്ലെങ്കിൽ തന്നെ ഇതിൽ ചാനൽ വരയ്ക്കാനുള്ള വേറെ തന്നെ ടൂളും ഉണ്ട്, അതും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സൈഡിലുള്ള വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഓരോ സെക്ടറായിട്ടും കിട്ടും. നമുക്ക് സെക്ടർ വൈസുള്ള ഇത് വാച്ച് ലിസ്റ്റും കിട്ടും. ഈ ടൂൾസിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും അവൈലബിൾ ആകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാനുള്ള ഹൊറിസോണ്ടൽ ലൈന്, ചാനൽ വരയ്ക്കാനുള്ളത് ഇതിൽ, മറ്റേ നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ പാറ്റേണിൽ ബിൽറ്റിനായിട്ട് ഉണ്ട്. അത് നമുക്ക് എളുപ്പത്തിന് വരയ്ക്കാനുള്ള ടൂളുണ്ട്, ഇതിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കാനുള്ള ടൂൾ അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വരയ്ക്കണമെങ്കിൽ അതും
എല്ലാ ടൂൾസും അവൈലബിൾ ആണ്. അതുകൂടാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയാം, ഇതിലൊരു പിവോട്ട് ലൈൻസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ആ മുകളിലുള്ള ആ ഒരു മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൽ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടും. അതിൽ പിവോട്ട് ലൈൻസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഇത് നോക്കാം, ഈ ടൂള്. ഇത് നമുക്ക് സൈഡിലുള്ള മൊത്തം നോക്കിയ ശേഷം ബാക്കി നോക്കാം. ഇത് നമുക്ക് റിസ്ക് റിവാർഡ് ആൾക്കാനുള്ള ടൂളാണ്. ജസ്റ്റ് ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുക, അതിൽ നിന്ന് സൈഡിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട്. ലോങ് പൊസിഷൻ ആണെങ്കിൽ ലോങ് പൊസിഷൻ എടുക്കുക, അത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസും ഇത് സെറ്റ് ചെയ്താൽ നമുക്ക് റിസ്ക് റിവാർഡ് തന്നെ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എക്സൽ ഷീറ്റൊന്നും എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ ഒന്നിച്ച് കിട്ടും. ഈ മാഗ്നറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചാൽ മാഗ്നറ്റ്, അതായത് ക്യാൻഡിലിൻ്റെ എൻഡിൽ തന്നെ അത് ടച്ച് ആയിട്ട് നിൽക്കും. നമുക്കൊരു പിവോട്ട് ഞാൻ പറഞ്ഞത് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇതിൽ പിവോട്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇതിൽ തന്നെ പിവോട്ടിൽ തന്നെ ഇതിൽ പല ടൈപ്പ് നമുക്ക് ഈ സെറ്റിങ്സിൽ പോയാൽ കിട്ടും. ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ടൈപ്പ് പിവോട്ടും ഉണ്ട്. അതുകൂടാതെ ഇതിൽ ഫിബൊനാച്ചി, ക്യാമറില്ല, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പല 1, 2, 3, 6 ടൈപ്പ് പിവോട്ട് പോയിൻറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള ഏതും ഉപയോഗിക്കാം. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കിട്ടുന്ന ഒന്ന് മാത്രമല്ല, പല ടൈപ്പ് എല്ലാം. ഇത് പലതും ഉപയോഗിക്കുന്ന ആൾക്കാർ പലതും ഉണ്ട്. അപ്പോൾ ചില ആൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുണ്ടാവും, ചില ഫിബൊനാച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ആളുണ്ട്, ക്യാമറയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൂൾസ് വളരെയധികം ഉണ്ട് ഇതിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. ഇൻട്രാഡേയിൽ നമ്മൾ പിവോട്ട് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന പലരും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ചാർട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ മുകളിലുള്ള അടുത്ത വരുന്ന ഫണ്ട് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷനാണ്. ഫണ്ട് ട്രാൻസ്ഫർ ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും. അടുത്ത 30 ഡേ ചലഞ്ചിൻ്റെ ആണ്. നമ്മൾ 30 ഡേ ചലഞ്ച് അതിൽ വെച്ച് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റും. അടുത്തത് സേവ് ആക്കിയ ചാർട്ടുകൾ, നമുക്ക് ചാർട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വേറൊരു ബ്രോക്കറിലും ഞാൻ ഓപ്ഷൻ കണ്ടിട്ടില്ല. ഇതിൽ ആ മുകളിൽ ആ ചാർട്ട് അത് ക്ലിക്ക് ചെയ്താൽ അത് സേവ് ആയി കിട്ടും. ഇത് മൾട്ടി ചാർട്ട് ഓപ്പൺ ചെയ്യാനുള്ള 8 ചാർട്ട് വരെ ഒരു പേജിൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് 4ൻ്റെ ആണ്, അത് 2ൻ്റെ വേർട്ടിക്കലായിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിൽ തന്നെ 2ലും ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്ത് വരുന്ന ടൂള് സെറ്റിങ്സ് ആണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ കളർ അങ്ങനെയുള്ള കാര്യങ്ങളും മൊത്തം ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിലോ, ചില ആൾക്കാർ ബ്ലാക്ക് തീമാണ് ഇഷ്ടമുള്ളത്, അങ്ങനെയുള്ളവർക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ വൈറ്റ്. ഞാൻ വൈറ്റ് തന്നെയാണ് ഉപയോഗിക്കൽ സ്ഥിരമായിട്ട്. പിന്നെ ക്യാൻഡിൽസിൻ്റെ കളറോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും. ഇതിൽ സെഷൻ ബ്രേക്സ് നടത്തിയിട്ട് വന്നിട്ടുണ്ട്, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമുക്ക് ഇൻട്രാഡേയിൽ ഡേ ബ്രേക്സ് കാണിക്കും. ഇന്നത്തെ ആ ഓരോരു കള്ളിയിലും കാണുന്നത് ഓരോരു ദിവസത്തെ ക്യാൻഡിൽസാണ്. അപ്പോൾ നമുക്ക് ഈ താഴെ ടൈം ലൈൻ നോക്കിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ക്യാൻഡിൽസ് ഏതല്ലോ എന്നുള്ളത്. ആ ബ്രേക്ക് ഓരോ ദിവസത്തെ ഡേ ബ്രേക്കാണ്. അപ്പോൾ നമുക്ക് ആ ഓരോ ദിവസത്തിലുള്ള ക്യാൻഡിൽസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ലാസ്റ്റത്തെ നമുക്ക് ആ സ്ക്രീൻ ഇത് ഫുൾ സ്ക്രീൻ ആക്കാനുള്ളത്. അത് കഴിഞ്ഞാലുള്ള ക്യാമറ ഐക്കണ് നമുക്ക് ചാർട്ട് സേവ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ സിസ്റ്റത്തിലേക്ക്. അതിനുള്ള ഓപ്ഷനാണ്. അതിൽ ക്യാമറ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് കൊടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിസ്റ്റത്തിലേക്ക് ആ ചാർട്ട് സേവ് ചെയ്തേക്കാൻ പറ്റും. അങ്ങനെ പല ഇതിനും പിന്നെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിലോ സെൻഡ് ചെയ്യണമെങ്കിലോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല ടൂൾസും ഇതിൽ അവൈലബിൾ ആണ്. താഴെ ചെറിയ സെറ്റിങ്സ് ഉണ്ട് കുറച്ച്, അതങ്ങനെ യൂസ് ചെയ്യാത്തതാണ്. പിന്നെ നമുക്ക് മുകളിൽ ചാർട്ട് സേവ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ചില ചാർട്ട് സെറ്റിങ്സ് ചിലപ്പോൾ ചില ആൾ ചാർട്ടിൽ ഡീഫോൾട്ടായിട്ട് മൂവിങ് ആവറേജ് അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തേക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അവർക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വെബ് സോഫ്റ്റ്വെയർ, അതായത് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ട്രേഡിംഗ് സോഫ്റ്റ്വെയർ Fyers One എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ നമുക്ക് FI ഡാറ്റ, FIസിന് DIസിന് ബൈയിങ് സെല്ലിങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ചാർട്ട് ഉണ്ട്, സൈഡിൽ വാച്ച് ലിസ്റ്റ് ഉണ്ട്. നമുക്കത് വേണ്ട വാച്ച് ലിസ്റ്റ് മൊത്തമായിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും വേണ്ടത്. അത് സൈഡ് ചാർട്ട് ഓപ്പൺ ആയിട്ട് വരും. ചാർട്ടിൽ എല്ലാ ടൂൾസും ഉണ്ട് വരയ്ക്കാനുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ മുകളിൽ അങ്ങനെ കാര്യങ്ങൾ ബൈ സെല്ല്, ആ ചാർട്ടിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബൈ സെല്ല് ചെയ്യാനും പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതിൻ്റെ ആ ടൂൾസ് എന്നുള്ളൊരു മെനുവിലുള്ള ഓപ്ഷൻസാണ്. അതിലുള്ള ആദ്യത്തെയുള്ള ഹീറ്റ് മാപ്പിൽ നമുക്ക് ഇന്നത്തെ ഏറ്റവും ഹോട്ടായിട്ടുള്ള സെക്ടേഴ്സ് കാണാൻ പറ്റും. ഏറ്റവും ബിയറിഷ് ആയിട്ടുള്ള, ഏറ്റവും ബുള്ളിഷ് ആയിട്ടുള്ളത്. ഇന്നും ഫുള്ള് ബിയറിഷ് ആയിരുന്നു മാർക്കറ്റ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ബിയറിഷ് ആയിട്ടുള്ള ഏത് സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ ആ സെക്ടറിൽ ഏത് സ്റ്റോക്കാണ് ബുള്ളിഷ് ആയിട്ടുള്ള ബിയറിഷ് ആയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള പല ഓപ്ഷനുണ്ട്. ഇത് ഇൻട്രാഡേയിലേക്കെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് ഇന്നത്തെ എത്ര ബുള്ളിഷ് ആയിട്ടുള്ള, അതായത് അഡ്വാൻസ് എത്ര ഡിക്ലൈൻ എത്രയാണെന്നുള്ളത് ഇത് കാണിക്കുന്ന ഒരു ഓപ്ഷനാണ്.
അതുകൂടാതെ ഇത് വോളിയം ബേസ് ആയിട്ടുള്ളത് കാണിക്കുന്നത് ഓപ്ഷനും ഉണ്ട്. ഇതിൽ എത്ര സ്റ്റോക്കുകളും എത്ര വോളിയം അത് രണ്ടും കൂടിയിട്ടുള്ളൊരു അളവാണിത്. ഇതും ഇൻട്രാഡേ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് അറിയാനും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ബിയറിഷ് ആണോ മാർക്കറ്റ് ബിയറിഷ് ആണോ എന്നുള്ളത്. ഇത് ചാർട്ട് അതേപോലെ സ്റ്റോക്ക് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ലൈവ് സ്ക്രീനർ ഉണ്ട്, ലൈവായിട്ട് ചാർട്ട് സ്ക്രീൻ എടുക്കാൻ പറ്റും. ഇത് ഹയസ്റ്റ് റിക്കവറി ഇൻട്രാഡേ റിക്കവറിയാണ്. ഇതിൽ ഇന്ന് താഴോട്ട് പോയിട്ട് റിക്കവർ ചെയ്തത് അല്ലെങ്കിൽ മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വന്നത് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ, അത് റിവേഴ്സ് അടിക്കുന്ന സ്റ്റോക്കുകൾ, അത് നമുക്കിതിൽ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് അൺയൂഷ്വൽ വോളിയം സ്ക്രീനാണ്. അൺയൂഷ്വൽ വോളിയം കണ്ട സ്ക്രീനേഴ്സ് ഇതെല്ലാം ഇൻട്രാഡേ സ്ക്രീനേഴ്സാണ് അധികവും ഇതിലുള്ളത്. ഓപ്പൺ ഹൈ ലോ അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള സ്ക്രീനേഴ്സും ഉണ്ട്. പിന്നെ ഇതിൽ FNO ടൂൾസ് ഉണ്ട്. അതിൽ ലോങ് ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഓപ്ഷൻ ചെയിൻ ഉണ്ട്. ഓപ്ഷൻസിന് ആവശ്യമുള്ള മറ്റു ടൂൾസുകളും ഇത് ലാസ്റ്റത്തെ FNO അനാലിസിസ് എന്നുള്ള ടാബിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള പല ടൂൾസും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മൊബൈൽ ആപ്പ് ചെക്ക് ചെയ്യാം. ഇവരെ രണ്ടും വെബും ചെയ്തു നമ്മൾ മറ്റേ മൊബൈൽ ആപ്പിലേക്ക് പോകാൻ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും ചെക്ക് ചെയ്തു. ഇപ്പോൾ മൊബൈൽ ആപ്പിൽ നമുക്ക് ഫസ്റ്റത്തെ മാർക്കറ്റ്സ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ അതിൽ ഓരോ സെക്ടർ വൈസുള്ള മൂവ്മെൻറ്റ് ഏറ്റവും ബിയറിഷ് ആയിട്ടുള്ള ഏത് ബുള്ളിഷ് ആയിട്ടുള്ള ഏതെന്ന് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇൻഡീസസ് ആണ്. ഓരോ ഇൻഡെക്സ് ബേസ് ആയിട്ടുള്ള ബുള്ളിഷോ ഇന്ന് എത്രത്തോളം ബുള്ളിഷ് ആയിരുന്നു, എത്ര ഏത് സെക്ടറാണ് ബിയറിഷ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇത് ഇന്നത്തെ ടോപ്പ് മൂവേഴ്സാണ്. ഹയസ്റ്റ് ഗെയിനേഴ്സും ലോസേഴ്സും നമുക്കിതിൽ കിട്ടും. അതായത് ഇന്നത്തെ ഹൈ ഗെയിനേഴ്സും ലോസേഴ്സും. അത് NSE, BSE, MCX ബേസ്ഡ് ഉണ്ട്. പിന്നെ വോളിയം ഗെയിനേഴ്സ് ഇന്നത്തെ ഹൈ വോളിയം വന്ന സ്റ്റോക്കുകൾ അത് നമുക്കിതിൽ കിട്ടും. ഇതെല്ലാം നമുക്ക് പൊസിഷണലിലും ഇൻട്രാഡേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്തത് കോർപ്പറേറ്റ് ആക്ഷനാണ്. നമുക്ക് ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ജനറൽ മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ കാണാൻ പറ്റും നമുക്ക്. ഇല്ലെങ്കിൽ ഡിവിഡൻറ്റ് കിട്ടിയ ഓരോ സ്റ്റോക്കിൻ്റെ ചെറിയ സ്റ്റോക്കിന് അടക്കം ഉണ്ടാവും. എല്ലാ കോർപ്പറേറ്റ് ആക്ഷൻസും ഈ ടാബിൽ നമുക്ക് കാണാൻ പറ്റും. ഇത്രത്തോളം ഓപ്ഷൻസ് ഉള്ള വേറെ ഒരു മൊബൈൽ ആപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ ഒരു ബ്രോക്കറിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നോട്ടിഫിക്കേഷനാണ്, മാർക്കറ്റ് സ്റ്റാറ്റസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ കോർപ്പറേറ്റ് ആക്ഷനൊന്നും ഞാൻ മൊബൈൽ ആപ്പിലൊന്നും അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് പക്ഷേ ഇതിൽ ചാർട്ട് കുറച്ച് സ്ലോ ആണ് ലോഡിങ്. പക്ഷേ എങ്കിലും നമുക്കത് നല്ല ഒരു നീറ്റായിട്ടുള്ള ചാർട്ടാണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നത് എൻ്റെ പേഴ്സണൽ ഡാറ്റ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വരുന്നത് സ്ക്രീനേഴ്സാണ്. സ്ക്രീനേഴ്സിൽ നമുക്ക് വോളിയം പ്രൈസും കൂടുന്ന ചില സ്റ്റോക്കുകൾ ഇതാക്കാം, അല്ലെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോക്കുകൾ, റെസിസ്റ്റൻസിന് അടുത്തുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ടിന് അടുത്തുള്ള സ്റ്റോക്കുകൾ, അങ്ങനെയുള്ള സ്ക്രീനേഴ്സ് ഇൻട്രാഡേ സ്ക്രീനേഴ്സ് നമുക്കിതിൽ കുറേ അവൈലബിൾ ആണ്. അപ്പോൾ മൊബൈൽ ആപ്പ് വെച്ചിട്ട് തന്നെ നമുക്കിത് വേറെ സ്ക്രീനർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. സർക്യൂട്ട് ബ്രേക്ക് ചെയ്ത ഓപ്പൺ ഹൈ ലോ സ്ക്രീനർ, ഓപ്പൺ ഈക്വൽ ടു ഹൈ, ഓപ്പൺ ഈക്വൽ ടു ലോ എന്നുള്ള സ്ക്രീനർ, അങ്ങനെ എല്ലാ സ്ക്രീനറും ഇതിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് ഇൻട്രാഡേയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിതിൽ കൂടുതലും ഇപ്പോൾ 15 മിനിറ്റ് ബ്രേക്ക് ഔട്ട് തരുന്ന സ്റ്റോക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പുതിയ ഹൈ ഇന്ന് ഉണ്ടാക്കിയിട്ട് പോകുന്ന സ്റ്റോക്കുകൾ, ചില സ്റ്റോക്കുകൾ പുതിയ ഹൈ ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇത് സ്ക്രീൻ ചെയ്യാൻ പറ്റും. ഇതിൽ FNO സ്ട്രാറ്റജീസ്, ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനുള്ളതാണ്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഈ ടൂൾസും ഞാൻ വേറൊരു ബ്രോക്കറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലും കണ്ടിട്ടില്ല. ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഇതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുള്ള ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ്, IV സ്കാനർ അങ്ങനെയുള്ള പിന്നെ ഓപ്ഷൻ ഗ്രീക്സ് അങ്ങനെയുള്ള വാല്യൂസും എല്ലാം അവൈലബിൾ ആണ്. അത് വെച്ചിട്ടുള്ള നമുക്ക് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ സ്ട്രാറ്റജീസ്. പിന്നെ ഇതിൽ വരുന്ന 30 ഡേ ചാലഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. പിന്നെ ബ്രെയിൻ സ്ട്രോം ബ്ലോഗ് പറഞ്ഞാൽ അവരുടെ ഒരു എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ബ്ലോഗാണ്. ഈ നിഫ്റ്റിനെ പറ്റിയുള്ളതും അങ്ങനെയുള്ള സ്റ്റോക്കുകളെ പറ്റിയുള്ള പല കാര്യങ്ങളും അതിൽ ബ്ലോഗിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം ഇഷ്ടമായാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അക്കൗണ്ട് ഓപ്പണിങ്. ഓക്കെ.